സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറായില്ലെന്ന് ആശാ വർക്കേഴ്സ് ആരോപിച്ചു. 3 ഇരട്ടി ശമ്പള വർധന ആവശ്യം ജനാധിപത്യപരമല്ലെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. NHM ഡയറക്ടർ ഡോക്ടർ വിനോയ് ഗോയൽ IASന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ചർച്ച. ഇത് പരാജയപ്പെട്ടതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. 2 സ്ഥലങ്ങളിലും ഓണറേറിയം വർധനയോ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉയർത്തുന്നതോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. പകരം ആരോഗ്യമന്ത്രി ഉപദേശങ്ങളാണ് നൽകിയതെന്ന് സമരക്കാർ. സർക്കാരിന്റെ സാമ്പത്തിക പാത്രത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടൊന്നും അതിനകത്തൊരു മറുപടിയില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശമ്പളം കൂട്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിനില്ല. എന്നാൽ 3 ഇരട്ടി ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമല്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും വീണ ജോർജ്. ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. സന്നദ്ധ പ്രവർത്തകർ എന്ന നിർവചനം മാറ്റണമെന്നതടക്കം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ചർച്ച പരാജയപ്പെട്ടതോടെ ആശാ വർക്കേഴ്സ് റോഡ് ഉപരോധിച്ചു. എത്ര ദിവസമായി ഈ പെരുമഴയത്തും വെയിലത്ത് കിടക്കുന്നു. ഞങ്ങളിൽ പെരുമഴ കൊള്ളും. ആശാ വർക്കർമാർ മലയും കാടും എല്ലാം തോടും താണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹിക്കും, പക്ഷേ ഒരു പരിധി ഉണ്ടെന്ന് ഓർക്കണം. അതിനൊക്കെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം.